കീശയിൽ കുത്തുന്ന പേന നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് JRD ടാറ്റയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സ്ഥിരമായി കംപ്ലൈൻറ്റ് പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ കൂടെ പേന നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ വളരെ വില കുറഞ്ഞ പേനകളാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞ് ഒരു ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്ത് ടാറ്റയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ടാറ്റ പറഞ്ഞു, ഇനി നിങ്ങൾ വില കൂടിയ പേനകൾ ഉപയോഗിച്ച് തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. ഇത് കേട്ട സുഹൃത്ത് അദ്ദേഹത്തിന് അന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വില കൂടിയ പേനയായിട്ടുള്ള 22 കാരറ്റ് ഗോൾഡ് ക്രോസ് പെന്ന് ഉപയോഗിച്ച് തുടങ്ങി. 6 മാസത്തിന് ശേഷം ടാറ്റ ഈ സുഹൃത്തിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഇപ്പോൾ നിങ്ങളുടെ മറവിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, ഞാനിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ പേന മറ്റൊരാൾക്ക് കൈമാറുമ്പോഴും ഈ പേന എവിടെ വെച്ചാലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഇത്രയും വേഗം എൻ്റെ ഈ ശീലം മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടാറ്റ പറഞ്ഞു, പേനയുടെ മൂല്യമാണ് മാറിയത്, നിങ്ങളുടെ ശീലമല്ല എന്ന്. ഇതുതന്നെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നത്. അറിവിനെ വില കൽപ്പിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും വായന തുടങ്ങാൻ പറ്റില്ല. ആരോഗ്യത്തിന് മൂല്യം കൽപ്പിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വ്യായാമത്തിൽ ഏർപ്പെടാനോ ഭക്ഷണം ക്രമീകരിക്കാനോ കഴിയില്ല. ബന്ധങ്ങളുടെ കാര്യങ്ങളിലും ഇത് തന്നെയാണ്. ബന്ധങ്ങളെ മൂല്യം കൽപ്പിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരിക്കലും അതിനുവേണ്ടി സമയം കണ്ടെത്താൻ കഴിയില്ല. ബാക്കിയുള്ളതൊക്കെ ആഗ്രഹങ്ങളായി മാത്രം അവശേഷിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.